ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആതിര റൂമിലെത്തിയതിനു ശേഷം വെള്ളം കുടിക്കാനായി ജഗ് കയ്യിലേക്ക് എടുക്കുമ്പോഴാണ് പിന്നിലെ കർട്ടന് പിന്നിൽ ആരോ മറഞ്ഞു നിൽക്കുന്നതായി ആതിരയ്ക്ക് സംശയം തോന്നിയത്. അവിടെ ആരോ ഉണ്ടോ എന്ന ആശങ്കയിൽ ആതിര പതുക്കെ ആ ജഗ് ആ ടേബിളിലേക്ക് വെച്ചിട്ട് പതുക്കെ പിന്നിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ കർട്ടന് പിന്നിൽ മറഞ്ഞു നിന്ന അയാൾ മുടി ഒക്കെ പടർത്തിയിട്ട് നേരെ ആതിരയ്ക്ക് നേരെ വന്നു. ആതിര വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ ആതിരയെ കടന്നു പിടിച്ചതും നിൽക്കടി എവിടെ എന്ന് പറഞ്ഞ് ആതിരയെ കൊല്ലാനായി അയാൾ ബലമായി പിടിക്കുമ്പോൾ ആതിര അവിടെ നിന്ന് സ്നേഹേ എന്ന് ഉറക്കെ നിലവിളിക്കണം. പക്ഷെ ആതിരയെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ അയാൾ ആതിരയെ പിടിച്ചു നിർത്താൻ തുടങ്ങിയ ആ നിമിഷത്തിൽ അയാളുടെ കയ്യിലേക്ക് ആതിര കടിക്കുകയും അയാളെ തള്ളി ആ ബെഡിലേക്ക് ഇടുകയും ചെയ്തു. അയാൾ ആ പെട്ടെന്നുള്ള ആക്രമണത്തിൽ അയാൾ നിലത്തേക്ക് വീണതും ആതിര വേഗം തന്നെ പുറത്തിറങ്ങി ആ വാതിൽ ലോക്ക് ചെയ്യുന്നു. അങ്ങനെ തന്റെ റൂം ലോക്ക് ചെയ്ത് ആ കീ ആ വാതിലിൽ വെച്ചിട്ട് ഉടനെ തന്നെ ആതിര പുറത്തേക്ക് ഇറങ്ങുന്നു. ആതിര സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോകുന്ന കാഴ്ച അപ്പുറത്ത് അർച്ചനയുടെ റൂമിലിരുന്ന അവന്തികയും അനഘയും കാണാനിടയാകുന്നു. അവന്തിക ആതിര താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ആതിരയുടെ പിന്നാലെ അവന്തികയും അവിടെ എന്താ സംഭവിച്ചെന്നറിയാൻ ഓടി ഇറങ്ങി വരുന്നതിനിടയിൽ പെട്ടെന്ന് ആ സ്റ്റെയറിൽ കാല് വഴുതുകയും അവന്തിക നേരെ നിലത്തേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. അവനിക ആ സ്റ്റെപ്പിൽ നിന്ന് ഓരോ സ്റ്റെപ്പിലും തന്റെ വയറ് ചെന്നിടിച്ച് പതിയെ പതിയെ അങ്ങ് നിലത്തേക്ക് വന്ന് വീണു. അതോടെ അവന്തിക നിലവിളിച്ചു, അയ്യോ അമ്മേ, അനഘേ എന്ന് ഉറക്കെ നിലവിളിക്കുന്ന അവന്തികയുടെ ആ കരച്ചിൽ കേട്ടാണ് അവിടുന്ന് താഴെ ഹാളിലേക്ക് എത്തിയ ആതിര പിന്തിരിഞ്ഞു നോക്കിയത്. ഉടനെ മുകളിൽ നിന്ന് അനഘ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവന്തികയ്ക്ക് അരികിലേക്ക് ഓടി വരുമ്പോ കിച്ചണിലായിരുന്ന മീരയെടുത്തി അയ്യോ എന്റെ ദൈവമേ എന്ന് തലയിൽ കൈവച്ച് ദൈവത്തെ വിളിച്ച് അരികിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും അവിടെ ബഹളം കേട്ട് സ്നേഹയും ഓടി വന്നു. സ്നേഹയും അനഘയും ഒപ്പം മീരയെടുത്തിയും കൂടി അവന്തികയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അവന്തിക വയറിന് വേദന കാരണം വല്ലാതെ നിലവിളിച്ചു. ഉടനെ തന്നെ അവരെല്ലാവരും ചേർന്ന് വേഗം തന്നെ അവന്തികയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് ICUയിലായി കഴിഞ്ഞു സേതുമാധവൻ. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ICUയിൽ കിടക്കുന്ന സേതുമാധവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയാനാകാതെ ആകെ വേദനയോടെയും സങ്കടത്തോടെയും പുറത്തു നിൽക്കുകയാണ് നന്ദനും ശശിയും സന്ദീപും അർച്ചനയുമെല്ലാം. നന്ദൻ ആകെ വിഷമത്തോടെ ടെൻഷൻ അടിച്ചങ്ങ് നിൽക്കുമ്പോൾ ശശി അരികിലേക്ക് എത്തി ഏട്ടാ എന്ന് വിളിച്ചു. ഈ സമയത്ത് അച്ഛന്റെ അവസ്ഥ എന്താണെന്നും അച്ഛൻ എന്താ സംഭവിച്ചെന്നറിയാതെ ആ മക്കൾ 3 പേരും വേദനയോടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അർച്ചനയും അവരുടെ വേദനയിൽ പങ്കുചേർന്നു. അപ്പോഴാണ് നന്ദന്റെ ഫോണിലേക്ക് പെട്ടെന്ന് കോൾ വന്നത്. നന്ദൻ കോൾ എടുത്ത് ഹലോ മീരെ എന്ന് സംസാരിച്ചിട്ടും മീര വിവരങ്ങളൊക്കെ നന്ദനെ അറിയിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ വന്ന അവന്തിക തനിക്കുണ്ടായ ആ ദുരനുഭവത്തെ കുറിച്ച് ഓർത്ത് വേദനയോടിരിക്കുമ്പോൾ അനഘയെ അരികിലിരുന്ന് അവന്തികയെ ആശ്വസിപ്പിക്കുന്നു. ചേച്ചി, നടന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി സങ്കടപ്പെട്ടിട്ട് എന്താ ചേച്ചി? നടന്നതെല്ലാം നടന്നതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് കരുതിയാൽ മതി. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ചേച്ചിയുടെ ഈ സങ്കടം കാണുമ്പോൾ, ഈ വിഷമം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി ആ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന്, ആ കുഞ്ഞിനെ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നുവെന്ന്. നന്ദേടന്റെ കുഞ്ഞാണെങ്കിൽ പോലും ചേച്ചി ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ചേച്ചിയുടെ ഈ സങ്കടം, ചേച്ചിയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ ഇതുപോലെ ഇന്നേ വരെ കണ്ടിട്ടില്ല. ചേച്ചിയുടെ കണ്ണുകൾ നിറയുന്ന നിമിഷങ്ങളിലൊക്കെ ആ കണ്ണുനീരിന് പിന്നിൽ പകയുടെ തീജ്വാല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ അങ്ങനെ ഒരു തീജ്വാല ചേച്ചിയുടെ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതിനർത്ഥം ചേച്ചി നന്ദേട്ടന്റെ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങി എന്ന് കരുതിയാൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ചേച്ചി എല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു. ചേച്ചിയുടെ മനസ്സിലുണ്ടായിരുന്ന പകയും ദേഷ്യവും ഒക്കെ ചേച്ചി വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ അർത്ഥം. അതായത് ചേച്ചി എല്ലാം പൊറുക്കാൻ തയ്യാറായിരിക്കുന്നു. അങ്ങനെ വന്നാൽ ചേച്ചി നമ്മുടെ അച്ഛനെ ചേച്ചി മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് നമ്മുടെ അച്ഛന്റെ മരണം എങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ് നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയത്, അതൊക്കെ ചേച്ചി മറന്നിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ചേച്ചി നമുക്കുള്ളതെല്ലാം കെട്ടിപ്പേർക്കേ നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാം ചേച്ചി, ഇനി ഇവിടെ തുടരണ്ട എന്ന് അവന്തികയോട് അനഘ അറിയിച്ചു. നമ്മളിപ്പോഴും നെല്ലിശ്ശേരിയിൽ തുടരുന്നതിന്റെ കാരണം നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയവരോടുള്ള നമ്മുടെ പക വീട്ടാനല്ലേ? അതിന് ചേച്ചിക്ക് ഇനി കഴിയില്ലെന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോവാം ചേച്ചി എന്ന് പറഞ്ഞതും അനഘ പറഞ്ഞത് കേട്ട് അവന്തിക വേഗം ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഇല്ല, അങ്ങനെ എന്റെ മനസ്സിൽ നിന്ന് ആ പക ഇല്ലാതായെന്ന് കരുതണമെങ്കിൽ, അങ്ങനെ ഇല്ലാതായെങ്കിൽ അവന്തിക ഈ നാട് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ അതാ സേതുമാധവൻ എന്ന് പറഞ്ഞ് അയാളുടെ ശവത്തിന് മേലിൽ ചവിട്ടിക്കൊണ്ടായിരിക്കാം ഈ അവന്തിക ഈ നാട് വിടുന്നത്. എനിക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഓവർഡോസ് കുത്തിവെച്ച് ഇതിനോടകം ഞാൻ അയാളെ പരലോകത്തേക്ക് പറഞ്ഞയച്ചേനെ. പക്ഷെ ഇങ്ങനെ ഒരു വിധി എനിക്ക് വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയിരുന്നില്ലല്ലോ. സത്യത്തിൽ ഇങ്ങനൊരു വിധി എനിക്കുണ്ടായത് ഇപ്പോ എല്ലാം മറക്കാൻ ഒരു കാരണമാണ്. ഞാൻ ഇപ്പൊ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്റെ ഈ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ഇനി സങ്കടപ്പെടില്ല.
ശരിയാണ്, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് എൻ്റെ കുഞ്ഞിനെ. പക്ഷേ ഈ കുഞ്ഞിനെ ഞാൻ ഇനി എൻ്റെ ഓർമ്മയിൽ പോലും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഞാൻ ഇനി ഓർത്തിരുന്നാൽ എൻ്റെ സങ്കടം അങ്ങനെ ഞാൻ നിലനിർത്തിയാൽ ഞാൻ എല്ലാം മറക്കേണ്ടി വരും. ഞാൻ എൻ്റെ പക ഇല്ലാതാക്കേണ്ടി വരും. എൻ്റെ മനസ്സിലെ പകയും വിദ്വേഷവും ഒക്കെ അതോടെ ഇല്ലാതാകും. കുഞ്ഞിനെ കുറിച്ചുള്ള വേദനയിൽ ഞാൻ പോയാൽ എൻ്റെ മനസ്സിൽ ഇത്രയും നാളും കത്തിജ്വലിച്ച ആ നെരിപ്പോടായി ഉണ്ടായിരുന്ന എൻ്റെ പക കെട്ടടങ്ങും. അതിന് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് സംഭവിച്ച ഈ നഷ്ടം വേദനയോടെയാണെങ്കിലും ഞാൻ മറക്കുകയാണ് എന്ന് പറഞ്ഞ് അവന്തിക തന്റെ തീരുമാനത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന നേരത്ത് അകത്തേക്ക് നന്ദനും അർച്ചനയും എത്തി. അവർ ഇരുവരും അകത്തേക്ക് കയറി വരുന്നത് കണ്ടതോടെ ഏട്ടത്തി എന്ന് അർച്ചനെ വിളിച്ചതും അവന്തിക പറഞ്ഞു, വേണ്ട, ഇനി എന്നോട് ഒന്നും പറയണ്ട. സഹതാപം പറയാനാണ് രണ്ടുപേരും ഇവിടേക്ക് വന്നതെങ്കിൽ അത് എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ നഷ്ടം കണ്ട് ആനന്ദിക്കാനാണല്ലോ. എനിക്കറിയാം, ഇപ്പോ അർച്ചന നീ തന്നെയാ ജയിച്ചത്. ഇപ്പൊ വിജയിച്ചു നിൽക്കുന്നത് നീ തന്നെയാണ്. വിധി ഇപ്പോ നിനക്ക് അനുകൂലമായി നിൽക്കുകയാണ്. അതാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കരയുന്ന നിന്റെ അരികിലേക്ക് നീ വന്നത്. ഇപ്പോ നിങ്ങൾക്ക് സമാധാനമായി കാണുമല്ലോ അല്ലെ? നിങ്ങളുടെ സംശയം തീർന്നു കാണുമല്ലോ. ഞാൻ ഇത്രയും ദിവസം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നെന്നായിരുന്നല്ലോ നിങ്ങളുടെ വിഷമം. എന്നാൽ ഇപ്പോ ആ വിഷമമൊക്കെ നിങ്ങൾക്ക് മാറിയല്ലോ. ഞാൻ അഭിനയിക്കുകയായിരുന്നല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞില്ലേ? നിങ്ങളുടെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഞാൻ നടന്നപ്പോൾ പോലും നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് നന്ദനോട് അവന്തിക പറയുമ്പോ അർച്ചന പറഞ്ഞു, അവന്തികേട്ടത്തി, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ശരിയാണ്, നമ്മൾ രണ്ടുപേരും സംസാരിച്ചു തുടങ്ങിയാൽ അത് പലപ്പോഴും വെല്ലുവിളികളിലും ബഹളങ്ങളിലും ഒക്കെ ചെന്നേ അവസാനിച്ചിട്ടുള്ളൂ. അത് ശരി തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് ഇന്നേ വരെ അവന്തികേട്ടത്തിയുടെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കണമെന്നോ അങ്ങനെ വരണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അവന്തികയോട് അർച്ചന അറിയിച്ചു. അത് കേട്ടതും അവന്തിക പറഞ്ഞു, നീ ആഗ്രഹിച്ചില്ലെന്നാണോ പറയുന്നത്? എന്നിട്ടാണോ നിന്റെ അനുജത്തിയെ കൊണ്ട് എന്നെ ആ സ്റ്റെയറിൽ നിന്ന് തള്ളിയിട്ടത്? ആതിര എന്നെ തള്ളിയിട്ടതിന് പിന്നിൽ നിന്റെ ലക്ഷ്യമായിരുന്നില്ലേ? നീ പറഞ്ഞിട്ടല്ലേ അവൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അർച്ചന ഞെട്ടലോടെ നന്ദേട്ടനെ നോക്കുന്നു. അവന്തിക സ്വയം വീണതാണെങ്കിൽ പോലും അതിന് സാക്ഷിയായി നിന്ന അനഘയ്ക്ക് അക്കാര്യം അറിയാമെങ്കിലും ഈ ഒരു കുറ്റം അത് ആതിരയ്ക്ക് നേരെ തിരിച്ചുവിടാനുള്ള അവന്തികയുടെ ശ്രമം അത് പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമാണെന്ന് മനസ്സിലാക്കിയ അനഘ തൽക്കാലം ചേച്ചിക്കൊപ്പം തന്നെ ഒന്നും മിണ്ടാതെ നിന്നു. അവന്തിക അപ്പോഴേക്കും നന്ദനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളിലുണ്ടായ കുഞ്ഞാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഞാൻ ഇപ്പോ ഈ നഷ്ടമൊക്കെ സഹിക്കുകയാണ്. കാരണം ഇതിന്റെ പേരിൽ ഞാൻ ഒരു പ്രശ്നത്തിനും വരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കും നിങ്ങൾക്കുമാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതിന് ഇനി മറ്റൊരാളെ കുറ്റക്കാരാക്കേണ്ടതില്ലല്ലോ. സത്യത്തിൽ നിന്റെ അനുജത്തി എന്നെ തള്ളിയിട്ടതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. സ്വത്തുക്കൾ എനിക്ക് കൂടി ഒരു കുഞ്ഞുണ്ടായാൽ ആ സ്വത്ത് ഭാഗം വെക്കേണ്ടി വരുമല്ലോ. സ്വത്തിന്റെ അളവ് കുറഞ്ഞു പോവുമല്ലോ അല്ലെ? അതുകൊണ്ടല്ലേ ആ കാര്യത്താലല്ലേ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞപ്പോ അർച്ചന ആകെ വേദനയോടെ നോക്കുന്നു. നന്ദൻ അവന്തികയുടെ ഇത്തരം കുത്തുവാക്കുകളൊക്കെ കേട്ട് അവന്തിക പറയുന്നതൊക്കെ കേട്ടു നിൽക്കേണ്ടി വന്നതിന്റെ വേദനയിൽ നന്ദനും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവന്തിക നന്ദനോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലെങ്കിലും ഞാൻ പറയുന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. നിങ്ങൾക്ക് ആ സന്ധ്യയും ഇവളും പറയുന്നത് ആണല്ലോ, ഇവളും കാതിൽ ഓതുന്നതാണല്ലോ നിങ്ങൾക്ക് വേദവാക്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞിനെ ഇത്രയും നാളും വയറ്റിൽ ചുമന്ന സ്ത്രീ എന്നൊരു പരിഗണനയെങ്കിലും ഇപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണം. ഇനിയും അല്ലെങ്കിൽ ഇവളിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വെറുതെ അല്ലടി നിനക്ക് കുഞ്ഞുണ്ടാകാതെ പോയത്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം പോലും നിനക്കില്ലാതായത് അതുകൊണ്ടാടി എന്ന് പറഞ്ഞ് അവന്തിക അർച്ചനയെ കുറ്റപ്പെടുത്തുന്നു. ഉടനെ അവന്തികയുടെ വാക്കുകൾ കേട്ടുവന്ന നന്ദൻ അർച്ചനയോട് പറഞ്ഞു, അർച്ചന വാ നമുക്ക് പോകാം, ഞാൻ പറഞ്ഞതല്ലേ ഇവിടേക്ക് ഇപ്പോ വരണ്ട എന്ന്. അങ്ങനെ പറഞ്ഞ് നന്ദൻ അർച്ചനയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനൊരുങ്ങുമ്പോ പെട്ടെന്ന് അവന്തികയെ നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ നീ ഇപ്പൊ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അത് ഞാനിപ്പോ പറഞ്ഞാലേ ഈ ഒരു അവസ്ഥയിൽ അതല്പം കൂടിപ്പോകും, അതുകൊണ്ട് മാത്രം. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നതിന്റെ കാരണം മറ്റൊന്നുകൂടിയുണ്ട്. നിനക്കൊന്നും ഇല്ലാത്ത മറ്റൊന്ന് ഞങ്ങൾക്കുണ്ട്, മാന്യത. മനസ്സിലായോ എന്ന് ചോദിച്ച് നന്ദൻ അർച്ചനയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു. അവന്തികയെ ചേർത്ത് പിടിച്ച് അനഘ അവന്തികയുടെ ആ നഷ്ടത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ സേതുമാധവനെ റൂമിലേക്ക് മാറ്റിയ നിമിഷത്തിൽ നേഴ്സ് സേതുമാധവനെ പരിശോധിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് മക്കളായ സച്ചിയും സന്ദീപും അർച്ചനയും നന്ദനും കൂടി എത്തിയത്. അവർ അവിടേക്ക് വന്നതും സേതുമാധവനെ കണ്ട അവർ ആശ്വാസത്തോടെ നോക്കുമ്പോൾ നേഴ്സ് പറഞ്ഞു, അധികം സംസാരിപ്പിക്കരുത്. ഇല്ല സിസ്റ്റർ എന്ന് അവർ മറുപടി നൽകുമ്പോൾ
സേതുമാധവൻ ചോദിച്ചു, എന്റെ മക്കൾക്ക് വീണ്ടും ബുദ്ധിമുട്ടായില്ലേ? അത് കേട്ടതും സന്ദീപ് ചോദിച്ചു, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ബുദ്ധിമുട്ടോ? അച്ഛൻ എന്തൊക്കെയാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു, അല്ല, ഇത് എത്രാമത്തെ തവണയാണ് ഇതുപോലെ എനിക്ക് വരുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോ സേതുമാധവനോട് എന്തു പറയണമെന്നറിയാതെ എല്ലാവരും ആകെ വിഷമിച്ചിരുന്നു. ഉടനെ സേതുമാധവൻ പറഞ്ഞു, എന്തായാലും ദൈവം ഒത്തിരി സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ കൂടുതലായി നമുക്ക് വരുമ്പോ എന്നെ ദൈവം പലപ്പോഴും ഓരോന്നും ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, നിനക്കത്ര സന്തോഷിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല എന്നും നീ അത്ര അഹങ്കരിക്കേണ്ട എന്നും നീ ഒരു രോഗിയാണെന്ന് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ പലപ്പോഴായി തരുന്നു. അത് കേട്ട ഉടനെ നേഴ്സ് പറഞ്ഞു, അതെ സാർ, അധികം സംസാരിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഉടനെ സേതുമാധവൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാനിപ്പോ ഇത്രയെങ്കിലും ഒക്കെ ആയത്, ഞാൻ പാതി ഒക്കെ ആയത് എന്റെ മക്കളെ ഇവരെ എല്ലാവരെയും കണ്ടപ്പോഴാണ്. ഇവരെല്ലാവരും എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ ഇപ്പൊ തന്നെ എന്റെ അസുഖം പാതി അങ്ങ് മാറി. ഇനി പാതി ഉള്ളത് അതും ഇവർക്ക് മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയൂ. എന്റെ പേരക്കുട്ടികൾ, അവരെ കാണാൻ വേണ്ടിയാണ് ദൈവം വീണ്ടും എനിക്ക് ആയുസ് നേടി തന്നിരിക്കുന്നത്. എന്റെ നന്ദന്റെയും സന്ദീപിന്റെയും കുഞ്ഞുങ്ങളെ എനിക്ക് ചേർത്ത് പിടിക്കണം. എന്റെ പേരക്കുട്ടികളോടൊപ്പം കുറച്ച് നിമിഷങ്ങളെങ്കിലും ഒരു ദിവസം എനിക്ക് ചെലവഴിക്കണം. അതിന് ആ ഒരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ആശങ്കപ്പെട്ടത്. ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ, നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് തന്നെ അതെല്ലാം സഫലമാക്കിയിട്ട് വേണം പരലോകത്തേക്ക് ചെല്ലാൻ. ഇല്ലെങ്കിൽ പരലോകത്ത് ചെന്ന് കഴിയുമ്പോൾ ആത്മശാന്തി കിട്ടാതെ അലയേണ്ടി വരും. അതുകൊണ്ടാണ് എൻ്റെ പേരക്കുട്ടികളെ കൂടി കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നീട്ടിത്തന്നത്. എന്തായാലും ആതിരയ്ക്കും അമതിയേക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതോടെ സഫലമാകും. അപ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ എത്തി ചോദിച്ചു, ആഹാ, ഇപ്പോൾ സാർ ഓക്കെ ആയല്ലോ അല്ലേ എന്ന് ചോദിച്ചതും സേതുമാധവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, എൻ്റെ മക്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം പാതി മാറി. ഇനി പാതി എൻ്റെ വീട്ടിൽ ചെന്ന എൻ്റെ മരുമക്കളുടെയും എൻ്റെ മരുമക്കളെയും കൂടി കണ്ടു കഴിയുമ്പോൾ, എൻ്റെ മക്കളെ എല്ലാവരെയും കണ്ടു കഴിയുമ്പോൾ മാറും. അല്ല ഡോക്ടർ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് എപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റും? അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, 1-2 റിസൾട്ട് കൂടി കിട്ടാനുണ്ട്. അത് റൗണ്ട്സ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും ആ റിസൾട്ട് ആകും. അതിനുശേഷം ഞാൻ പറയാം. പിന്നെ എല്ലാവരോടും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് അല്പം കുറച്ചുകൂടി കരുതലോടുകൂടി വേണം. കാരണം ഇദ്ദേഹത്തിന് മേലുള്ള നിങ്ങളുടെ ശ്രദ്ധ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. ഇന്നലെ ഇവിടേക്ക് വന്ന ആ കണ്ടീഷൻ ഒരല്പം കൂടി സമയം വൈകിയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സിറ്റുവേഷൻ എന്ന് അവരെ ഡോക്ടർ ഓർമ്മിപ്പിച്ചു. അത് കേട്ട ഉടനെ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ കേട്ട് സേതുമാധവൻ പറഞ്ഞു, ഡോക്ടർ, എന്റെ മക്കളെ ഇങ്ങനെ വേദനിപ്പിക്കാതെ, അവരെ സങ്കടപ്പെടുത്തല്ലേ ഡോക്ടറെ, അവരെ വഴക്ക് പറയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല, ഇവര് നന്നായി നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഡോക്ടർ അറിയിച്ചിട്ടും. നന്ദൻ പറഞ്ഞു, ഇന്നലെ ഫംഗ്ഷന് ഞങ്ങളോടൊപ്പം ഒരു കുഴപ്പവുമില്ലാതെ നിന്നതായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വരുമ്പോൾ ബാക്കി വിവരങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം സേതുമാധവൻ നന്ദനോടും സന്ദീപിനോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി വേഗം വീട്ടിലേക്ക് പോയിക്കോ. കാരണം ആതിരയും അവന്തികയും ആകെ ടെൻഷനിലായിരിക്കും. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവർക്ക് കൂടുതൽ ടെൻഷൻ കൊടുക്കാൻ പാടില്ല. നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് മടങ്ങിപ്പോയിക്കോ. അവന്തികയാണ് കൂടുതൽ ഇപ്പോൾ ടെൻഷനിലാവുക. കാരണം അവൾ അറിഞ്ഞുകൊണ്ട് കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ കുറ്റബോധം തന്നെ അവളെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ എൻ്റെ ഈ അവസ്ഥ കൂടി അവളെ വേദനിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം അവരുടെ അരികിലേക്ക് ചെല്ലണം. എനിക്ക് ഇനി അവന്തികയുടെയും ആതിരയുടെയും കൂടെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കണം എന്നൊക്കെ സേതുമാധവൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ടിരുന്ന അവരെല്ലാവരും ആകെ വിഷമത്തിലായി. ഉടനെ അർച്ചന പറഞ്ഞു, അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. അത് കേട്ട സേതുമാധവൻ, എന്താ മോളെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അർച്ചന ആകെ വിഷമത്തോടെ പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛനോട് ഇത് പറയാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷെ അച്ഛനോട് പറയാതിരിക്കാനും ആവില്ല. കാരണം ഇപ്പോൾ പറയാതിരുന്നാലും ഇത് നമ്മുടെ വീട്ടിൽ ചെല്ലുന്നത് വരെ ഇതിന് ആയുസുള്ളൂ. ഈ ഒരു മറച്ചു വെക്കലിന് ആയുസുള്ളൂ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോൾ തന്നെ അറിയുന്നതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് അച്ഛന് മനസ്സിന് വിഷമമൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞതും സേതുമാധവൻ ചോദിച്ചു, എന്താ മോളെ, എന്താ കാര്യം? അപ്പോഴേക്കും അർച്ചന വിഷമത്തോടെ സച്ചിയെ നോക്കി. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, താൻ പറഞ്ഞു എന്ന് സേതുമാധവനെ ആ വിവരം അറിയിക്കാനായി അർച്ചനയോട് സച്ചി അറിയിച്ചു. അർച്ചന ഉടനെ തന്നെ സേതുമാധവനെ നോക്കിയിട്ട് പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അച്ഛനെ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം അവന്തി കേട്ടത്തി ഇന്നലെ സ്റ്റെയറിൽ നിന്ന് ഒന്ന് വീണ് അബോർഷനായി. ആ വാക്ക് കേട്ടതും സേതുമാധവന്റെ കണ്ണുകൾ നിറഞ്ഞു.
അച്ഛന് വിഷമാവുമെന്നറിയാം, എങ്കിലും അച്ഛന്റെ മനസ്സ് അധികം വിഷമിപ്പിക്കരുത് എന്നും അറിയാം. എങ്കിലും ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു മറച്ചുവെക്കലിന്റെ ആവശ്യകതയുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം അച്ഛൻ വീട്ടിൽ വന്നാലും ഈ വിവരങ്ങൾ അറിയുമല്ലോ. അതുകൊണ്ടാണ് അച്ഛന്റെ അടുത്തുനിന്ന് ഇത് മറച്ചു വയ്ക്കാതെ ഇപ്പോൾ തന്നെ പറഞ്ഞത്. അച്ഛൻ വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞതും സേതുമാധവൻ ആകെ സങ്കടത്തോടെ പറഞ്ഞു, ദിതി എന്നോട് വീണ്ടും ക്രൂരത കാട്ടി അല്ലേ? മനസ്സിലായി. ദൈവം എന്നോട് എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത കാട്ടിയത്? എനിക്ക് വീണ്ടും ഒരു പുനർജന്മം നൽകി എൻ്റെ മക്കളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചില്ലേ? എൻ്റെ മക്കളുടെ കുഞ്ഞിനെ അങ്ങ് തിരിച്ചെടുത്തില്ലേ? എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു ക്രൂരത കാട്ടിയത്? എൻ്റെ മക്കളുടെ കുഞ്ഞിനെ അവർക്ക് കൊടുത്തിട്ട് എന്നെ വിളിക്കാമായിരുന്നില്ലേ എൻ്റെ ഈശ്വര എന്ന് ചോദിച്ച് സേതുമാധവൻ സങ്കടപ്പെട്ടു. സേതുമാധവൻ കരയുന്നത് കണ്ട് അർച്ചനയ്ക്കും മറ്റെല്ലാവർക്കും ആകെ വിഷമമാണ്. അതിനുശേഷം സേതുമാധവനെയും കൂട്ടി അവരെല്ലാവരും നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങിയെത്തി. സേതുമാധവനെ ബെഡിലേക്ക് പതിയെ അവർ കിടത്തുന്നു. സേതുമാധവൻ പതുക്കെ ആ ബെഡിലേക്ക് ചാരി അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദൻ പറഞ്ഞു, അച്ഛൻ ഇനി അധിക ദിവസമൊന്നും ഉടനെയൊന്നും അച്ഛൻ പുറത്തിറങ്ങി നടക്കുമൊന്നും വേണ്ട, കുറച്ച് അച്ഛൻ റെസ്റ്റ് എടുക്കുക എന്ന് അറിയിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അച്ഛൻ കൂടുതലൊന്നും ആലോചിച്ച് അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം ഉടനെ ശരിയാകും എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, എനിക്ക് എന്നെ ഓർത്ത വിഷമമൊന്നുമില്ല അവന്തികയ്ക്ക് കുഞ്ഞിനെ നഷ്ടമായതിന്റെ വേദന അത് എത്രത്തോളമാണ് എന്ന് എനിക്കറിയാം. ഒരു മുത്തശ്ശനാകാനായി ഞാൻ എത്ര കാത്തിരുന്നതാണ്. അപ്പോൾ അതിനേക്കാൾ ഏറെ പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും കാത്തിരുന്നതായിരിക്കില്ലേ നന്ദനും അവന്തികയും? അവളുടെ ആ പ്രതീക്ഷകളല്ലേ ഇത്ര വേഗം ഇല്ലാതായത് എന്ന് സേതുമാധവൻ സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ട ഉടനെ സന്ദീപ് പറഞ്ഞു, അച്ഛൻ വിഷമിക്കാതെ, അച്ഛന് ഒന്നും സംഭവിക്കില്ല. അച്ഛൻ എന്റെയും ശശിയേട്ടന്റെയും നന്ദേട്ടന്റെയും കുഞ്ഞുങ്ങളെ അച്ഛൻ പുഞ്ചിക്കുകയും അച്ഛൻ താലോലിക്കുകയും ഒക്കെ ചെയ്യും. അത് തീർച്ചയാണ്. എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കുവച്ച അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് സന്ദീപ് സച്ചിയുടെയും നന്ദന്റെയും വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് സേതുമാധവനോട് സംസാരിച്ചു. സേതുമാധവൻ അതെല്ലാം കേട്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ സച്ചി പറഞ്ഞു, അച്ഛൻ സങ്കടപ്പെടാതെ, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുവച്ച അച്ഛൻ വിഷമിക്കാതെ, വെറുതെ അച്ഛൻ മനസ്സിന് സ്ട്രെയിൻ ഒന്നും കൊടുക്കരുത് എന്നറിയിച്ചു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, അതെ അച്ഛാ, അച്ഛനൊന്നും വിഷമിക്കേണ്ട, എല്ലാം അതുപോലെ നടക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അച്ഛാ ഉടനെ തന്നെ അവന്തികേടത്തേക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകാനാകും. അതുകൊണ്ട് അച്ഛനൊന്നും കൊണ്ടും വിഷമിക്കാതെ, അവന്തികേടത്തെയും സന്ദീപിന്റെയും അവന്തികേടത്തിയുടെയും സന്ദീപിന്റെയും ഒക്കെ കുഞ്ഞുങ്ങൾ ഈ വീട്ടിലൂടെ ഓടി നടക്കുന്നത്, നന്ദേട്ടന്റെയും സന്ദീപിന്റെയും കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുവച്ച അച്ഛൻ വിഷമിക്കാതെ, അച്ഛൻ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു, അതെ അച്ഛൻ റെസ്റ്റ് എടുത്തോ, ഞങ്ങള് പൊക്കോളാം എന്ന് പറഞ്ഞ് നന്ദൻ അവരെയും വിളിച്ചിട്ട് പോകുമ്പോൾ അർച്ചന മാത്രം അവിടെ തനിച്ചായി. അർച്ചനോടനെ സേതുമാധവനോട് ചോദിച്ചു, അല്ലച്ചാ എന്താ അച്ഛാ അന്ന് രാത്രി സംഭവിച്ചത്? അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, ഞാനും അത് തന്നെയായിരുന്നു മോളെ ആലോചിക്കുന്നത്. അന്ന് മാഷിനെയൊക്കെ യാത്ര അയച്ചിട്ട് റൂമിലേക്ക് വന്നപ്പോൾ സ്നേഹമോളും കൂടി ഇവിടേക്ക് വന്നു. ഞങ്ങൾ അവരൊന്നൊക്കെ സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തിക മോള് എത്തിയത് എനിക്ക് ഇൻസുലിൻ എടുക്കാനായിട്ട്. അവന്തിക മോള് ഇൻസുലിൻ എടുത്ത് കുറച്ച് കഴിഞ്ഞ് അവന്തിക മോള് ഇൻസുലിൻ എടുത്തിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ കൈ കാലുകളൊക്കെ അങ്ങ് വരിഞ്ഞു മുറുക്കുകയും ശ്വാസം എടുക്കാൻ പറ്റാതാവുകയോ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ മോളെ എന്ന് പറഞ്ഞപ്പോൾ അവന്തികയെ ഭാഗത്തുനിന്ന് എന്തോ ഒരു നീക്കം നടന്നുവെന്ന് അർച്ചന സംശയത്തോടെ മനസ്സിലാക്കി. ഉടനെ സേതുമാധവൻ പറഞ്ഞു, ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നപ്പോഴാണ് ഞാൻ അക്കാര്യം മനസ്സിലായത്, എനിക്ക് അക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്കിങ്ങനെ വരാനുള്ള കാരണം എന്താന്ന്, അന്ന് ആഘോഷത്തിനിടയ്ക്ക് ഞാൻ കുറച്ചധികം മധുരമൊക്കെ കഴിക്കുകയുണ്ടായി. അപ്പോൾ ഷുഗർ കൂടിയിട്ടുണ്ടാവും. ഷുഗർ കൂടിയിരിക്കുന്ന സമയത്ത് അതിന് പിന്നാലെയായിരുന്നല്ലോ ഇൻസുലിനും എടുത്തത്. അപ്പോൾ ബോഡി റിയാക്ട് ചെയ്തതായിരിക്കും എന്ന് സേതുമാധവൻ അറിയിച്ചു. എന്നാൽ അതിന് പിന്നിലുള്ള കാരണം മറ്റെന്തോ ആണെന്ന് മനസ്സിലാക്കിയ അർച്ചന സംശയത്തോടെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മോളെ, ഇത്തവണ നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ പറ്റുമോ മോളെ? എൻ്റെ ചുറ്റും മരണം ഇങ്ങനെ നടക്കുന്നുണ്ട്, എനിക്കത് അറിയാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞതും അർച്ചന വേദനയോടെ അച്ഛ എന്ന് വിളിച്ചു. അതിനുശേഷം അർച്ചന റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ സമയത്ത് ആതിരയ്ക്കരികിലെത്തിയ മീരയുടെ വിവരങ്ങളൊക്കെ ആതിര അറിയിച്ചു. ആതിര അത് കേട്ടതും ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ മീര പറഞ്ഞു, അതെ ആകാശത്തൂടെ പോകുന്ന വിമാനം താഴേക്കൂടെ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു വരുത്തുന്ന ആളാണ് അവന്തിക. അവന്തിക അർച്ചനയോടും നന്ദേട്ടനോടും പറഞ്ഞെന്തെന്നറിയാവോ? ചെയറിൽ നിന്ന് ആതിര അവളെ തള്ളിയിട്ടു എന്നാണ്. ഇത് കേട്ടതും ആതിരയ്ക്ക് ആകെ വിഷമമായി. ആതിര ആകെ ടെൻഷനോടെ മീരെടുത്തി എന്ന് ചോദിച്ചതും
ആതിരയോട് വിനർത്തി പറഞ്ഞു. അതെ, അങ്ങനെ വരുത്തി തീർക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. അത് മറ്റുള്ളവരെ അവൾ വിശ്വസിപ്പിക്കാനും നോക്കും എന്ന് പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആതിരയുടെ അരികിലേക്ക് അർച്ചന എത്തി. അച്ചു ചേച്ചി എന്ന് പറഞ്ഞ് വേഗം അരികിലേക്ക് ചെന്ന് അർച്ചനയെ കെട്ടിപ്പിടിച്ചിട്ട് ആതിര പറഞ്ഞു, ചേച്ചി എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതും അർച്ചന ചോദിച്ചു, എന്താ മോളെ അന്ന് സംഭവിച്ചത്, മോൾ അത് പറ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അന്ന് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിലെത്തി കുറച്ച് വെള്ളം കുടിക്കാനായി തുടങ്ങിയപ്പോൾ ആ കർട്ടന് പിന്നിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അയാള് എന്നെ അപായപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അയാളെ ഞാൻ ബെഡിലേക്ക് തട്ടിയിട്ടിട്ട് വേഗം പുറത്തിറങ്ങി ഞാൻ വാതില് അടച്ചു. അങ്ങനെ വാതിൽ ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് ആതിര പറഞ്ഞതും അർച്ചനയ്ക്ക് അതെല്ലാം കൂടി കൂട്ടി വായിച്ചതോടെ അവന്തികയുടെ ചില നീക്കങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് ഞെട്ടലോടെ അർച്ചന തിരിച്ചറിയുന്നു.